എം വി ജയരാജൻ്റെ ഒരു തമാശ നിറഞ്ഞ പ്രസ്താവന, അതായത് CPM ദൈവമാണെന്നാണ് എം വി ജയരാജൻ പറയുന്നത്. നമുക്ക് തമാശ. എന്താണ് ആ തമാശയുടെ വാസ്തവം? അത് പ്രിയം പറഞ്ഞ പോലെ നമുക്ക് തമാശ, പുള്ളി വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. അതായത് അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്ന് തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ എന്നുള്ള വളരെ പ്രശസ്തമായ ശ്രീനാരായണ ഗുരുദേവൻ്റെ മഹത് വചനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വരികളാണത്. അതിനെയാണ് എം വി ജയരാജൻ പറഞ്ഞിരിക്കുന്നത്. അത് CPM തന്നെയാണ് ദൈവം എന്നുള്ളത്. അതായത് അന്നവസ്ത്രാദികൾ കൊടുക്കുന്ന ആളാണ് യഥാർത്ഥ ദൈവം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ എല്ലാവരും തന്നെ ഈ AKG സെൻറ്ററിലൊക്കെ പോയാൽ ദൈവത്തെ കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹം കാരണഭൂതനാണ്. അദ്ദേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് പാട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. നമുക്കറിയാം, ഗുരുവായൂരപ്പനെയും ശബരിമല ശാസ്താവിനെയൊക്കെ പുകഴ്ത്തിക്കൊണ്ടാണല്ലോ ഈ പാട്ടുകൾ വരുന്നത്. സ്വാഭാവികം അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ച് പാട്ടുകൾ വരുന്നു. അതിൻ്റെ തിരുവാതിര PK ശ്രീമതി അടക്കം ചേർന്ന് തിരുവാതിര ഒക്കെ കളിക്കുന്നുണ്ട്. അത് പിണറായി വിജയൻ അടക്കം ആസ്വദിക്കുന്നുണ്ട്. CS സുജാതയും എല്ലാവരും ഉണ്ട്. അപ്പം നമുക്കറിയാം P ജയരാജനൊരു പാട്ട് കണ്ണൂരും ചെന്താരകം, നമുക്കൊക്കെ ഒരു മാനസിക വിഷമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ പാട്ട് കേട്ടാൽ നമുക്ക് വളരെ ഒരു ആശ്വാസം ഉണ്ടാവും. അപ്പോൾ ആ പാട്ട് അന്ന് ഇതുപോലെ വന്ന സമയത്ത് പിണറായി വിജയൻ ശക്തമായി ഇത് വ്യക്തി കേന്ദ്രീകൃതമല്ല പാർട്ടി എന്ന രീതിയിൽ ശക്തമായ താക്കീതൊക്കെ കൊടുത്ത്. അതുകൊണ്ട് തന്നെ P ജയരാജൻ പോലും ഇപ്പോൾ ഈ പാട്ട് കേൾക്കാറില്ലെന്ന് അദ്ദേഹത്തിന് പേടി വരും, കിടുങ്ങും. അപ്പോൾ ഹെഡ്ഫോണൊക്കെ വെച്ചാണ് പുള്ളി രാത്രിയൊക്കെയാണ് കേൾക്കുന്നതെന്നാണ് കേട്ടിട്ടുള്ളത്. പക്ഷേ അത് നല്ലൊരു പാട്ടായിരുന്നു, നമുക്ക് കേൾക്കാൻ സുഖമുള്ള ഒരു ഇമ്പമുള്ള പാട്ടുകളായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് മാനസികമായ പ്രയാസമുള്ള സന്ദർഭങ്ങളിലൊക്കെ ഈ പാട്ട് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഫീല്, നമുക്കൊരു റിലാക്സ് ആവും, ഒരു മെഡിറ്റേഷൻ ചെയ്തതുപോലെ തോന്നും. പക്ഷേ ഇതിൽ പിണറായി വിജയൻ്റെ കാരണഭൂതൻ എന്നുള്ള പാട്ട് വരുന്നുണ്ട്. സ്വാഭാവികമായി ഇപ്പോൾ MA ബേബി പറയുന്നു യേശുക്രിസ്തു ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹമായിരുന്നു CPMൻ്റെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇവർക്ക് വിഭ്രാന്തി മൂത്തിരിക്കുകയാണ്. കാരണം ഇപ്പോൾ സർക്കാരിൻ്റെ 4ാം വാർഷികം 47 കോടി രൂപയ്ക്ക് ആഘോഷിക്കാൻ പോവുകയാണ്. ധനപ്രതിസന്ധിയെക്കുറിച്ച് ബാലഗോപാൽ എന്നും കരയുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും CPMൻ്റെ അവസ്ഥ ഈ രീതിയിലേക്ക് പോവുകയാണ്. കാരണം നേതാക്കൾ ഉൾപ്പെടെ പാനിക്കായി പോവുകയാണ്. കാരണം അവരുടെ അവസ്ഥ അതാണ്. MA ബേബി ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞത് യേശുക്രിസ്തു അനുഭവിച്ച ആ പീഡാനുഭവ സ്മരണ, അദ്ദേഹം ജനറൽ സെക്രട്ടറി ആണല്ലോ, അപ്പോൾ യേശുക്രിസ്തു ജീവിച്ചിരുന്നെങ്കിൽ യേശുക്രിസ്തു ആവുമെന്ന് പറഞ്ഞത് സ്വയം അദ്ദേഹം അത് തോന്നിയതാണ്, ഒരു യേശുക്രിസ്തുവായി തോന്നി. അത്രയ്ക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. കാരണം പിണറായി പറഞ്ഞാൽ മാത്രമേ അദ്ദേഹത്തിന് വാ തുറക്കാൻ പോലും പറ്റൂ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അതുപോലെ ഈ MV ജയരാജന്മാരുടെയൊക്കെ അവസ്ഥ വളരെ കഷ്ടമാണ്. കാരണം ജയരാജന്മാർ ഒരു കാലത്ത് വിറപ്പിച്ച ടീമുകളാണ്. ഈ P ജയരാജനാണെങ്കിലും P ജയരാജനാണെങ്കിലും MV ജയരാജനാണ്. പക്ഷേ അവർക്കൊന്നും ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. കാരണം ഈ പിണറായി എന്നുള്ളൊരു ഉപഗ്രഹത്തിൽ ചുറ്റിത്തിരിയുകയാണ് പാർട്ടി. കാരണം ദേശീയ ജനറൽ സെക്രട്ടറി പോലും പിണറായിക്ക് വിധേയനാകുന്നു എന്ന് പറയുമ്പോൾ ആ പാർട്ടിയുടെ ഏറ്റവും വലിയ ഒരു അപജയത്തിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഒട്ടും ശുഭകരമല്ല. അപ്പോൾ P ജയരാജനും MV ജയരാജനും P ജയരാജനും ഒക്കെ അവരുടെ ശൗര്യമൊക്കെ പോയി. അവരിപ്പോൾ ഈ പറഞ്ഞതുപോലെ അവരൊക്കെ വേറൊരു തലത്തിലേക്ക്, നമ്മൾ ഈ വലിയ ഗുണ്ടകളൊക്കെ കുറേ കാലം കഴിയുമ്പോൾ അവർ ആത്മീയതയിലേക്കും അതോടൊപ്പം തന്നെ കോമഡിയിലേക്കും ഒക്കെ പോകും. നമുക്കറിയാം, ഇപ്പോൾ ജനാർദ്ദനൻ, ഭീമൻ രഘു തുടങ്ങിയ നടന്മാരൊക്കെ തന്നെ ഒരു കാലത്ത് എല്ലാവരും വിറപ്പിച്ചതാണ്. പക്ഷേ പിന്നീട് അവർ കോമേഡിയന്മാരായി മാറുന്നത് പോലെയാണ് ഈ ജയരാജന്മാരുടെ അവസ്ഥ. ചിറ്റപ്പനൊക്കെ ഇപ്പോൾ എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല. സ്വാഭാവികമായും പിണറായി ഏതെങ്കിലും കാരണവശാൽ ഒരല്പം ഉയരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അയാളെ അടിച്ച് താഴെയിടും. ഇപ്പം KK ശൈലജ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മികച്ചൊരു ആരോഗ്യമന്ത്രിയായിരുന്നു കോവിഡ് കാലഘട്ടത്തിലൊക്കെ. പക്ഷേ ഏത് വിധത്തിലും അവരെ ഷാഫി പറമ്പിലിൻ്റെ കൂടെ കൊണ്ട് നിർത്തി തോൽപ്പിച്ച് തുന്നം പാടിച്ച് അവസാനം ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ വീട്ടിലിരിക്കുകയാണ്. അതുപോലെ അങ്ങനെ ഓരോരുത്തരെയും, തോമസ് ഐസക് ആകട്ടെ, G സുധാകരനാകട്ടെ, അങ്ങനെ എത്ര നേതാക്കളെ, അതോടൊപ്പം തന്നെ നമ്മളെ C രവീന്ദ്രനാഥിനെ പോലുള്ള വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള അദ്ദേഹത്തെ പോലെയുള്ള ആളുകളെയും ഒക്കെ ഇത്തരത്തിൽ അടിച്ചമർത്തിയിരിക്കുകയാണ്. ഇപ്പം കഴിവുകെട്ട കുറേ ഭരണാധികാരികളെ വെച്ച് ഇത് കറക്കുകയാണ്, ഈ ചക്രം കറക്കിക്കൊണ്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ ജനറൽ സെക്രട്ടറി പോലും പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കേണ്ട ഗതികെട്ട അവസ്ഥയിലേക്ക്, 2ാം പിണറായി സർക്കാർ എന്നാണ് പേര്. കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി കേന്ദ്രീകൃതമല്ല, കേഡർ പാർട്ടിയാണ്, വ്യക്തിക്ക് യാതൊരു സ്ഥാനവുമില്ല. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം പല കാര്യങ്ങളും ചെയ്തപ്പോൾ പിണറായി പറഞ്ഞതാണ് വ്യക്തി പൂജ പാടില്ല എന്ന രീതിയിൽ പറഞ്ഞു. VS അച്യുതാനന്ദൻ്റെ ഒരു പിറന്നാളിന് പത്രങ്ങളിലൊക്കെ വാർത്തകൾ വന്നപ്പോൾ CPM ഒരിക്കലും ഇത്തരത്തിൽ വ്യക്തികളെ ഉയർത്തുന്ന പാർട്ടിയല്ല എന്ന് മുന്നിൽ നിന്ന് പറഞ്ഞ ആളാണ് പിണറായി വിജയൻ. ഇപ്പോൾ
പിണറായി വിജയനായി മാറിയിരിക്കുന്നു CPM. എന്താണ് പ്രിയൻ്റെ അഭിപ്രായം? അത് തന്നെ ഈ പാർട്ടിക്ക് വന്നിരിക്കുന്ന ഏറ്റവും വലിയ അപജയം എന്ന് പറഞ്ഞാൽ പിണറായിക്ക് ശേഷം പ്രളയം, പിണറായിക്ക് ആഗ്രഹം അതാ, എനിക്ക് ശേഷം പ്രളയം എന്നൊരു ചിന്ത പിണറായിക്ക്. അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അതിനുശേഷം പ്രളയം ഉണ്ടാവും, കലഹം ഉണ്ടാവും. എനിക്ക് തോന്നുന്നത് ദ്വാരക പണ്ട് ഇതുപോലെയായിരുന്നു. ദ്വാരകയിലുള്ള കൃഷ്ണൻ്റെ പുത്രൻ പിൻഗാമിയായ ഒരാൾ ഒരു ഇരുമ്പൊലക്ക വസുലം പ്രസവിച്ചു. അതിനെ ഒരു മുനിയെ കളിയാക്കാൻ ചെന്നതാണ്, ദുർവാസാവിനാണെന്നാണ് എൻ്റെ വിശ്വാസം. ചെന്ന് ഗർഭമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് എന്ത് പ്രസവിക്കും, ആൺകുഞ്ഞായിരിക്കുക പെൺകുഞ്ഞായിരിക്കുക? അപ്പോൾ മുനി ശപിക്കും, ഇരുമ്പൊലക്കെ പ്രസവിക്കുമെന്ന് പറയും. അപ്പോൾ ഇത് നിങ്ങളുടെ വംശത്തിൻ്റെ നാശത്തിന് തന്നെ കാരണമാകുമെന്ന്. എനിക്ക് തോന്നുന്നു ഇവർക്ക് കിട്ടിയ ശാപമായിരിക്കും, CPMന് കിട്ടിയ ശാപമായിരിക്കും ഇത്. അവസാനം കിട്ടി ഇവർ ഈ പറയുന്ന ഇരുമ്പൊലക്കെ രാഗി വിതറി അത് മൊത്തം പുല്ലായി കിളിർത്ത് അത് വെച്ച് തങ്ങളിൽ വെട്ടി ഇല്ലാതാവും. പിണറായിക്ക് ശേഷം ഈ സർവനാശം എന്ന് പറയുന്നത് പിണറായിയുടെ ഒരു ആഗ്രഹമായിരിക്കും ചിലപ്പോൾ. പക്ഷെ അതുപോലെ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. CPM തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അന്നദാതാവ് എന്നവർ സ്വയം പറഞ്ഞല്ലോ, ഈ ദൈവം എന്നൊക്കെ. CPMന്റെ സാധാരണ രീതിയല്ല ഇതൊന്നും, കമ്മ്യൂണിസ്റ്റുകളുടെ രീതിയല്ല. ലെനിനിസ്റ്റ് സംഘടനാക്രമത്തിൽ വരുന്നതോ സംഘടനാതത്വം പിന്തുടരുന്നവരോ ഇത്തരത്തിലല്ല അതിനെ സ്വീകരിക്കുന്നത്. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു ഉളുപ്പില്ലായ്മയുടെ ലക്ഷണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു രൂപയ്ക്ക് 10 രൂപയുടെ ആഹാരം ആർക്കെങ്കിലും വാങ്ങിച്ചു കൊടുത്തവരോ ഒരു തുണിക്കഷ്ടം ഒരു നൂലെങ്കിലും ആർക്കെങ്കിലും വാങ്ങിക്കൊടുത്തിട്ടുള്ളവരാണോ ഈ അവകാശവാദം പറയുന്നത് എന്നുള്ളതാണ്. ഈ എന്ത് കൊടുത്തു? ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് കാലങ്ങളായി ഇവിടെ. കൊടുക്കുന്ന സപ്ലൈകോയിൽ കൊടുക്കുന്ന മുളകിൻ്റെ വില വെളിയിലുള്ളതിനേക്കാൾ കൂടുതലായിട്ട് ഇപ്പോഴാണ് ഇടയ്ക്ക് ചെറിയ കുറവെങ്ങാണ്ട് വരുത്തിയത്. അത് അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുന്നു സർക്കാർ. സഹകരണ ബാങ്കുകളിൽ നിന്ന് ആഹാരം കഴിക്കാനും മരുന്ന് കഴിക്കാനും ചികിത്സയ്ക്കും വേണ്ടിയിട്ട് സാമാന്യ ജനം അവരുടെ വേർപ്പൊഴുക്കി ചോര നീരാക്കി കഷ്ടപ്പെട്ട പൈസ കൊണ്ടിട്ടത് തിരിച്ചു കൊടുക്കില്ല. അന്നം മുട്ടിക്കുന്നവരാണ് ഇവർ. അന്നം മുട്ടിക്കുന്നവർ പറയുകയാണ് ഞങ്ങളാണ് അന്നദാതാക്കളെന്ന്. എന്നിട്ട് ഇവർ സുരേഷ് ഗോപി കുറ്റം പറയും. സ്വന്തം അധ്വാനത്തിൻ്റെ സ്വന്തം കഴിവ് കൊണ്ടുണ്ടാക്കിയ പണം എടുത്ത് ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കാനും ആൾക്കാരെ സഹായിക്കാനും അത് ഇടത് കൈ അറിയാതെ ചെയ്യുന്ന മനുഷ്യനാണ്. അത് സുരേഷ് ഗോപി 1-2 കാര്യങ്ങൾ നമ്മൾ ഒരു 10-20 കാര്യം നമുക്കറിയായിരിക്കും സുരേഷ് ഗോപി ചെയ്ത കാര്യം. പക്ഷെ ചെയ്യാത്തത് അതിൻ്റെ ഇരട്ടിയാണ്. ഈ മഞ്ഞുമല, കടലിലെ മഞ്ഞുമല പോലെ അടിയിലേക്ക് ഒരുപാടുണ്ടാകും. സുരേഷ് ഗോപിയുടെ ഈ കാര്യങ്ങളൊന്നും വെളിയിൽ അറിയില്ല, സുരേഷ് ഗോപി പറയാനും പോവില്ല. ആ മനുഷ്യൻ എന്താ പറയാനാ, വികസന പ്രവർത്തനത്തിനെ പറ്റി പറഞ്ഞു അത്. എന്നിട്ട് സുരേഷ് ഗോപി ആക്രമിക്കാനുണ്ട്. ഈ MV ഗോവിന്ദനോ ഈ MV ജയരാജനോ സ്വന്തം പോക്കറ്റിൽ നിന്ന് സ്വയം അധ്വാനിച്ചുണ്ടാക്കിയിട്ടില്ലെന്നോ, അധ്വാനിക്കാനും അറിയില്ല. എവിടെ? തൊഴിലാളി നേതാവല്ലേ, തൊഴിലാളി ആയാലല്ലേ അധ്വാനിക്കാൻ കഴിയുള്ളൂ. ഇവരെ 1 രൂപ അധ്വാനിച്ചുണ്ടാക്കിയിട്ടുണ്ടോ? 1 രൂപ അധ്വാനിച്ചുണ്ടാക്കി അതിൽ നിന്ന് ഒരാളുടെ ഒരു നേരത്തെ വിശപ്പെങ്കിലും മാറ്റിയിട്ടുണ്ടോ? സ്വന്തം കുടുംബത്തിന്റെ വിശപ്പ് മാറ്റുന്നത് എങ്ങനെയാണ്? ഇവർ അധ്വാനിച്ചിട്ടുണ്ടോ? 46 കോടി രൂപ മുടക്കി 4ാം വാർഷികം ആഘോഷിക്കുകയാണ്. ബാലഗോപാൽ പറയുന്ന കയ്യിൽ 5 പൈസ ഇല്ലെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഫ്ലെക്സുകളും ഹോർഡിങ്സുകളും ഒക്കെ വയ്ക്കാൻ പോവുകയാണ്. സ്വാഭാവികമായിട്ടൊരു ദൈവം തന്നെ ആവേണ്ടി വരും. കാരണം അദ്ദേഹത്തിൻ്റെ പിണറായി വിജയൻ്റെ ഫ്ലെക്സുകൾ പലയിടത്തും ഉയരുമ്പോൾ എല്ലാവരും തൊഴുകണം എന്നുള്ളതായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. അതെ, മിനിമം എനിക്ക് തോന്നുന്നു പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിലുള്ളവർക്കെങ്കിലും അന്നം കൊടുക്കുന്നുണ്ടെന്നായിരിക്കും അവർ ഉദ്ദേശിച്ചത്. ഞങ്ങളും ഇപ്പം അപ്പനും സുഭദ്രയ്ക്കും എനിക്കും എന്ന് പറയുന്നത്. പക്ഷേ പിണറായിക്ക് അങ്ങനല്ല. പിണറായി മാത്രമാണ്. അതുപോലും ഇല്ല. അപ്പനും സുഭദ്രയും പോലും ഇല്ല. പിണറായി മാത്രമാണ്. പിന്നെ അപ്പനും സുഭദ്ര മോളം പരിപാടി ആയിരിക്കാം ചിലപ്പോൾ ഈ അപ്പനും സുഭദ്രയും ചാരും എന്ന് പറയുന്ന സാധനം. പക്ഷെ എന്നിട്ട് സംസ്ഥാന കമ്മിറ്റിയിലുള്ളവർക്കെങ്കിലും എന്തെങ്കിലും അന്നം കൊടുക്കുന്നുണ്ടായിരിക്കും. അത് വെച്ചിട്ടായിരിക്കും ദൈവം എന്ന് പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്നുള്ളതാണ് വാസ്തവം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.